നമസ്കാരം. എല്ലാ മലയാളികൾക്കും ജനഭൂമിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അമേരിക്കയുടെ ഇന്റലിജൻസ് വിംഗ് ഡയറക്ടർ ആയിട്ടുള്ള തുൾസി ഗബ്ബാർഡ് ഒരു ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആശങ്ക പാകിസ്ഥാനെ കുറിച്ചാണ്. പാകിസ്ഥാൻ ഷഹീൻ 3 എന്ന അവരുടെ മിസൈൽ സംവിധാനം ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന രീതിയിൽ പരിവർത്തനം ചെയ്യാൻ പോകുന്നു, അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആശങ്ക അറിയിച്ചിട്ടുള്ളത്. അതായത് പാകിസ്ഥാൻ എന്നത് ഒരു ആഗോള ഭീകരവാദ രാജ്യം ആണ്. ആ രാജ്യം ഇത്തരത്തിലുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമൊക്കെ നടന്നാൽ അത് അമേരിക്കയുടെ സുരക്ഷയും ലോകരാജ്യങ്ങളുടെ സുരക്ഷയും ഒക്കെ കാര്യമായ രീതിയിൽ ബാധിക്കും. ഈ ഭീകരവാദികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ഈ മിസൈൽ സംവിധാനം എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും തെഹ്രീക്ക് താലിബാൻ പോലുള്ള ഭീകരവാദ സംഘടനകൾ പാകിസ്ഥാനിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഈ സമയത്ത് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയാൽ അത് ലോകരാജ്യങ്ങളുടെ സുരക്ഷയെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കും. അവിടെയാണ് ഭാരതത്തിനൊപ്പം നിന്നുകൊണ്ട് അമേരിക്ക പ്രതികരിച്ചത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഭാരതത്തിനെ കുറിച്ച് ഇത്തരത്തിലൊരു ആശങ്ക പാക് മാധ്യമ പ്രവർത്തക അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറിയായ ഹേഗ്സേത്തിന്റെ മുന്നിൽ വയ്ക്കുകയുണ്ടായി. ഭാരതം അഗ്നി 6 ഒക്കെ പരീക്ഷിക്കാൻ പോകുന്നതെന്ന് താങ്കൾ അറിഞ്ഞായിരുന്നു. അത് ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹേഗ്സേത്ത് ഷാങ്ഗ്രീല ഡയലോഗിൽ വച്ച് തന്നെ പാകിസ്ഥാന് മറുപടി നൽകുകയുണ്ടായി. ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഭാരതത്തിനോട് അങ്ങോട്ട് പോയി ചൊറിയാതെ ഭാരതം ഇങ്ങോട്ട് ചെന്ന ഒരു രീതിയിലുള്ള ആക്രമണങ്ങളും നടത്താത്ത ഒരു രാജ്യമാണ്. ഭാരതത്തിന്റെ കയ്യിൽ ഏത് ആയുധമുണ്ട് എങ്കിലും അത് ഫലപ്രദമായി വളരെ കൃത്യമായും സുരക്ഷിതമായും ഉപയോഗിക്കുവാനുള്ള ശേഷി ഭാരതത്തിനുണ്ട്. ഭാരതത്തിനെ നിയന്ത്രിക്കുന്നത് ഭാരതത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ്, അല്ലാതെ ഏതെങ്കിലും മത നേതൃത്വമോ അല്ലെങ്കിൽ സൈനിക നേതൃത്വമോ ഒന്നും തന്നെ അല്ല എന്നുള്ള മറുപടിയാണ് ഹേഗ്സേത്തിൽ നിന്ന് ആ മാധ്യമ പ്രവർത്തകയ്ക്ക് കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാരതത്തെക്കുറിച്ച് ലോകത്തിന് ഒരു ആശങ്കയും ഇല്ല എന്നതാണ്. എന്നാൽ പാകിസ്ഥാനെ കുറിച്ച് വലിയ ആശങ്കകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത അനുയായി, അതായത് അമേരിക്ക പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ബ്രോക്കർ രാജ്യമായ പാകിസ്ഥാനോട് അമേരിക്കയ്ക്ക് ഒരു വിശ്വാസവും ഇല്ലാത്തത്. അമേരിക്ക പറഞ്ഞത് അനുസരിച്ച് എല്ലാ കാലത്തും തുള്ളിയിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നത്. അതായത് അഫ്ഗാനിസ്ഥാൻ രാജാവ് റഷ്യൻ ചേരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ രാജാവിനെ അട്ടിമറിക്കുവാൻ വേണ്ടി അൽ ഖ്വയ്ദ പോലുള്ള ഒരു ഭീകരവാദ സംഘടനയുടെ തുടക്കം തന്നെ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ഒത്തുകളിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പിന്നീട് അതേ അൽ ഖ്വയ്ദ തന്നെ അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞപ്പോഴും താലിബാൻ വളരെ ശക്തമായി മാറിയപ്പോഴും അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ഉള്ളിലേക്ക് കടന്നു കയറിയപ്പോൾ അപ്പോഴും അമേരിക്കയോടൊപ്പം പാകിസ്ഥാൻ നിലകൊണ്ടു. പാകിസ്ഥാൻ നിരവധി ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാജ്യത്തെ പിന്തുണയ്ക്കുവാൻ അമേരിക്ക പോലും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. അതായത് പാകിസ്ഥാനെ ആർക്കും തന്നെ വിശ്വാസമില്ല. പാകിസ്ഥാന്റെ ഭീകരവാദികളുടെ കൈകളിലേക്ക് ഇത്തരം ആയുധം എത്തുന്നതിനെ ആരും തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട്, അതായത് അവരെ സഹായിക്കുവാൻ തയ്യാറാകുന്നില്ല, അവരുടെ കൈകളിലേക്ക് ആയുധം എത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ എത്തിയാൽ തീർച്ചയായും അമേരിക്ക ആശങ്കപ്പെടുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് അത് ഭീകരവാദികളുടെ കൈകളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. അമേരിക്കയെ ഒരു ഘട്ടത്തിൽ, അതായത് ട്രംപിനെ ഒരു ഘട്ടത്തിൽ അവിടുത്തെ ഇന്റലിജൻസ് മേധാവി ഈ പറയുന്ന തുൾസി ഗബ്ബാർഡ് തന്നെ വാൺ ചെയ്യുകയുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും പാകിസ്ഥാനൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്, ഈ പീസ് ബോർഡിന്റെ ഒക്കെ ഭാഗമാക്കി പാകിസ്ഥാനെ മാറ്റരുത് എന്ന് കൃത്യമായ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ സൈനിക മേധാവിയായിട്ടുള്ള ഈ അസിം മുനീർ തന്നെ, അയാളെ അറിയപ്പെടുന്നത് തന്നെ മൗലാന അസിം മുനീർ, അത്രമേൽ മതവാദിയായിട്ടുള്ള, അത്രമേൽ വലിയ മതമൗലികവാദം കൈവശം വച്ചിട്ടുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് അസിം മുനീർ. ഇപ്പോൾ അവരുടെ ഭരണഘടനാ പരിഷ്കരണത്തിൽ കൂടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു സൈനിക നിയന്ത്രണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അസിം മുനീറിനെ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അസിം മുനീറും IRGCയും തന്നെ അടുത്ത ബന്ധമുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും അസിം മുനീറിനൊത്ത് സഹകരിച്ചുകൊണ്ട് ഈ പീസ് ബോർഡിന്റെ ഭാഗമായിട്ടോ അതോടൊപ്പം തന്നെ ഇറാനിൽ സമാധാനം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഒന്നും വരാൻ പാടില്ല എന്ന്
ട്രംപിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തു തന്നെ ആയാലും പാകിസ്ഥാൻ മുൻപിലേക്ക് വെച്ച സമാധാന ഉടമ്പടികളൊന്നും തന്നെ ആരും അംഗീകരിച്ചില്ല. ഇറാൻ പ്രത്യേകിച്ചും അംഗീകരിച്ചില്ല. പാകിസ്ഥാനെ നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു. ഇസ്രായേൽ അതിന് മുന്നേ തന്നെ പാകിസ്ഥാൻ വരുമ്പോൾ തന്നെ പാകിസ്ഥാനിലേക്ക് ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ എന്നത് ഒരു ഭീകരവാദ രാജ്യമാണ് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഹമാസുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പാകിസ്ഥാൻ ഇതിലൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഒരു വാർണിംഗ് എടുത്തു പറയുകയാണ്. പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ്. ഷഹീൻ 3 പരീക്ഷിച്ചാൽ തീർച്ചയായും അത് ലോകത്തിന്റെ സുരക്ഷയെ കാര്യമായ രീതിയിൽ ബാധിക്കും. അമേരിക്കയുടെ കണ്ണിൽ ചൈനയും ഉത്തര കൊറിയയും ഒക്കെ പോലെ തന്നെ ഇറാനും ഒക്കെ പോലെ തന്നെയാണ് പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാജ്യവും എന്നാണ് അവരിപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ അതൊരു നല്ല മറുപടി തന്നെയാണ്. പാകിസ്ഥാൻ വീണ്ടും ഇനി ഒരിക്കൽ കൂടി പറയേണ്ടി വരും. ഖ്വാജ ആസിഫ് നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക ടോയ്ലറ്റ് പേപ്പർ പോലെ അവരെ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പാകിസ്ഥാൻ ഒരു കടുത്ത ദുരിതത്തിലേക്ക്, ദുഃഖത്തിലേക്ക് ആഴ്ത്തിവിടുകയാണ് അമേരിക്ക. പാകിസ്ഥാൻ ഇപ്പോൾ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. എണ്ണ വാങ്ങാൻ കാശില്ല. അങ്ങനെ വലിയ ഇൻഫ്ലേഷൻ നിരക്കിലേക്ക് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ നിശ്ചലമാകുന്ന അവസ്ഥയിൽ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലാണ് അമേരിക്കയുടെ ഭാഗത്ത് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ പ്രസക്തമായ കാര്യം തന്നെയാണ്. അതോടൊപ്പം അവിടുത്തെ ഭീകരവാദികൾ നേരത്തെ പാകിസ്ഥാൻ തന്നെ 2 തരത്തിൽ ഗുഡ് ടെററിസ്റ്റ്, ബാഡ് ടെററിസ്റ്റ് എന്ന തരത്തിൽ തരംതിരിവ് നടത്തുകയുണ്ടായി. ഈ ഭീകരവാദികളെ ഭാരതത്തിനെതിരെ ആക്രമിക്കുന്നവരെ ഗുഡ് ടെററിസ്റ്റ് എന്നും ഭാരതത്തിന്റെ നിന്ന് മാറി പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഈ ഭീകരവാദികളെ ബാഡ് ടെററിസ്റ്റ് എന്നും, ഒരു മോശം ഭീകരവാദികളെന്നുമാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ഇന്നിപ്പോ മോശം ഭീകരവാദികളുടെ എണ്ണം പാകിസ്ഥാനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വശത്തുകൂടി നടക്കുമ്പോൾ പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാക്കാൻ പോകുന്നു എന്ന തരത്തിൽ അവിടുത്തെ ബലൂചിസ്ഥാൻ പോരാളികളും POKയിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ ചരിത്രത്തിൽ എങ്ങുമില്ലാത്തവണ്ണം അത്രമേൽ വലിയ പ്രതിരോധത്തിൽ ആണ്ടുപോയിരിക്കുകയാണ്. അമേരിക്കയും ഈ സമയത്ത് പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.